അവിടെ ഇരി. സഹദേവനുള്ള സത്യം തുറന്നു പറഞ്ഞ നിന്നെ എനിക്ക് ചിലപ്പോൾ രക്ഷിക്കാനാവും. തേങ്ങ വീണ് തന്നെയാണോ വിജയന്റെ വീടിന്റെ ഓട് പൊട്ടിയത്? സത്യം പറ. അതെ സാറേ, ഞാനല്ലേ കയറി ആ ഓട് മാറ്റിയത്. സഹദേവൻ കള്ളം പറയില്ല സാറേ. ഈ ഫോട്ടോയിൽ വിജയന്റെ വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു തെങ്ങ് കാണിച്ചതാണ്. എന്റെ ഒരു ഇടി നീ താങ്ങില്ല. പോലീസിന്റെ 3-ാം മുറയെ പറ്റി താൻ കേട്ടുണ്ടോ? വെറുതെ എന്റെ കൈ മെനക്കെടുത്ത സത്യം പറയടാ റാസ്കൽ. ഞാനെല്ലാം പറയാ സാർ, എന്നെ ഒന്നും ചെയ്യരുത്. വിജയനെ ഒലിപ്പിക്കാൻ പാരും. പണക്കാരി വന്നു നിന്റെ കാര്യമൊക്കെ പണക്കാരെ വിജയം കണ്ടിട്ടുണ്ടടി. മര്യാദയ്ക്ക് എന്റെ വസ്തു എനിക്ക് തിരിച്ചെടുത്താടി. നീ നിന്റെ മാപ്പിളയും കൂടെ കള്ളം കുടിപ്പിച്ചിട്ട് കള്ളപ്രമാണം ഉണ്ടാക്കിച്ചിട്ട് എന്റെ വസ്തു ഒരുമാതിരി തോന്നസം പറയുന്നു. താനല്ലേടോ തന്റെ ഇഷ്ടത്തിന് വസ്തു എഴുതി കൊടുത്തത്. അന്നീ പുരയിടം കാട്ടുപുരയിടമായിരുന്നു. ഇന്ന് ബൈപ്പാസ് വന്ന് നല്ല കാശ് കിട്ടുന്നതായപ്പോ തിരിച്ചു വേണം അല്ലടാ. കോണത്തിലെ ഡയലോഗ് ഒന്നും എടുത്ത് തുടങ്ങണ്ടേ. എനിക്കെന്റെ ഭൂമിച്ചെടുത്തടാ, എനിക്കെന്റെ പെരടത്തിച്ചെടുത്തടാ നായിന്റെ മോനെ. വിജയ ഒന്ന് അടങ്ങടാ. വിജയേട്ടാ, എന്താ ബോധമില്ലാതെ പറയുന്നേ? ഇനി ഇത് എങ്ങനെ എഴുത്തരിക? ഇതിപ്പോ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാ. എന്നൊരു കാര്യം ചെയ്യും, നിനക്ക് കിട്ടുന്നതിന്റെ പാതി എനിക്ക് കിട്ടും. എങ്ങനെ ചോദിക്കണ്ട. എനിക്കറിയാടി നിന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട്. അതിന്റെ പകുതി എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്നെ സൗദിയിലേക്ക് വിജയന്റെ താഴെ ഇറങ്ങും. നമുക്ക് എന്റെ മറവോല എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവിവേകം ഒന്നും കാണിക്കാതെ താഴെ ഇറങ്ങിടാ വിജയ. നീ കിട്ടുന്ന പാതി എനിക്ക് കിട്ടണം. അതായത് 50-50. അതിന് അത്ര ചോദിക്കണ്ട.